Perché se stai quando usare magari non esercitato vedo un po' di vita la dega. വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര അജ്മാനിലുള്ള ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുള്ള ട്രേഡിംഗ് മാർക്കറ്റല്ല, ലൈവായിട്ട് ആനിമൽസിനെ കിട്ടുന്ന ചിക്കൻ, കോഴി, കാട, താറാവ്, ആട്, മാട് എല്ലാം ലൈവായി തന്നെ കിട്ടുന്ന ഒരു ചിക്കൻ മാർക്കറ്റുണ്ട് അവിടെ. ചിക്കൻ, വെജിറ്റബിൾ മാർക്കറ്റ് എല്ലാം ഉണ്ട്. അതിൽ മെയിൻലി അവിടെയായിട്ട് ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ നാടൻ കോഴിയൊക്കെ തിരഞ്ഞെടുത്ത്, നാടൻ കോഴി വേണമെങ്കിൽ കോഴി, താറാവ് ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് ആവശ്യാനുസരണം വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതാണ്. ദുബായിൽ നിന്നാണ് നമ്മൾ അജ്മാനിലേക്ക് പോകുന്നത്. ഒരു 30 മിനിറ്റ്സോളം ഉള്ള ട്രാവലേ ഉള്ളൂ അജ്മാനിൽ എത്തിച്ചേരാൻ. ദുബായിലുള്ളവർക്കറിയാം, അജ്മാനിൽ എത്താൻ വേണ്ടിയിട്ട് അധിക സമയം വേണ്ട. 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. അവിടെ തന്നെ വെജിറ്റബിൾ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. വെജിറ്റബിൾ, അതുപോലെ തന്നെ നമുക്ക് ഗ്രോസറി ഐറ്റംസ്, സ്റ്റേഷനറി, ഡ്രസ്സ് എല്ലാം വാങ്ങാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ചിക്കൻ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ചിക്കൻ മാത്രമല്ല, അവിടെ മീറ്റ്, അതേപോലെ തന്നെ ആട്, ഒട്ടകം, ഇറച്ചി എല്ലാം കിട്ടും. അതുപോലെ തന്നെ ലൈവായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് വന്നിരിക്കുന്നത് നാടൻ കോഴി വിഭവങ്ങൾ, നാടൻ കോഴി, ചിക്കൻ ആൻഡ് താറാവ്, കുറച്ച് കാടയും അത് വാങ്ങിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് മീറ്റാണ്. രണ്ട് സൈഡിലും മെയിൻലി പാകിസ്ഥാൻ പൗരന്മാരാണ് കൂടുതലും അതിൻ്റെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അവരാണ് അതിൻ്റെ വിപണനം നടത്തുന്നത് കൂടുതലായും. മീറ്റ് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ അത് കട്ട് ചെയ്ത മീറ്റുകളാണ് കൂടുതലുള്ളത്. അവിടെ ലൈവല്ല. ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ലൈവ് ചെയ്യാറില്ല. അതിന് പ്രത്യേകം സ്ഥലമുണ്ട്. അത് പിന്നീട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് അതിന് ശേഷം ഉള്ള മീറ്റിൻ്റെ മാത്രം സെയിൽസാണ്. അതേസമയം അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെയാണ് നമ്മൾ പറയാനുള്ള ചിക്കൻ, ലൈവ് ചിക്കനും താറാവും കിട്ടുന്നത്. അത് ലൈവായി തന്നെയാണ്, നമുക്ക് അവിടെ തന്നെയാണ് അതിൻ്റെ കട്ടിങ്ങും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്നത്. ഒട്ടനവധി സ്റ്റാളുകളുണ്ട് അവിടെ ചിക്കൻ സെയിൽ ചെയ്യുന്നത്. കൂടുതലായും ചിക്കൻ്റെയും താറാവ് അതുപോലുള്ള ഭക്ഷികളുടെ കൂടുതലും ചെയ്യുന്നത് ബംഗ്ലാദേശ് പൗരന്മാരാണ് ഇതിൻ്റെ സെയിൽസ്. നമുക്കൊരു ചിക്കൻ ഷോപ്പിൽ കയറി ഇപ്പോൾ നല്ല ചിക്കൻ തിരഞ്ഞെടുക്കാം. നമുക്ക് ലൈവാണിത്. അപ്പോൾ തന്നെ നമുക്ക് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കനെ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അവരതിനെ പിടിച്ച് നമുക്ക് ലൈവായിട്ട് വേണമെങ്കിലും തന്നുവിടും. അതല്ല, അതിനെ ക്ലീൻ ചെയ്ത് നമുക്ക് പാകം ചെയ്യാനാകുന്ന വിധത്തിൽ റെഡിയാക്കി തന്നുവിടും. അപ്പോൾ നമ്മൾ വേണം തിരഞ്ഞെടുക്കാൻ. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി, നല്ലത് നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും ഇത് ചിക്കൻ ഇവിടേക്ക് യു എയിലേക്ക് എത്താറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ ഫാമുകളും ലോക്കൽ ഹൗസുകളും ഉണ്ട്. അവിടെ നിന്നും കൊണ്ടുവരാറുണ്ട്. താറാവും ഉണ്ട്. താറാവും കൂടുതലായി വരുന്നത്, അവരോട് ചോദിച്ചപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് താറാവ് വരുന്നത്. ചെറിയ ഇനത്തിൽപ്പെട്ട കാടകളാണ്. കാടയുണ്ട്, നാടൻ കോഴികൾ, അത് അത്യാവശ്യം വിലയുണ്ട്. സാധാരണ നമ്മുടെ ബ്രോയിലർ കോഴിയെ അപേക്ഷിച്ച് നാടൻ കോഴിക്ക് ഇവിടെയും വില കൂടുതൽ തന്നെയാണ്. 25 ദിർഹം മുതലാണ് പെർ പീസാണ് ഇവിടെ വില. കിലോ അല്ല, പെർ പീസ്. ഒരു കോഴിക്ക് 25 ദിർഹം മുതൽ 60-70 ദിർഹം വരെ അവർ വാങ്ങാറുണ്ട്. വളരെ ചെറിയ കോഴികളാണെങ്കിൽ 15 ദിർഹത്തിനും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നല്ല, ഒരുപാട് ഷോപ്പുണ്ട്. 10-15ഓളം ഷോപ്പുകളുണ്ട്. നമുക്കതിൽ ഇഷ്ടപ്പെട്ട എവിടെയാണോ വില കുറവുള്ളതും നല്ലതും കിട്ടുന്ന എവിടെയാണെന്ന് നമുക്ക് തന്നെ കയറി തിരഞ്ഞു നോക്കി വാങ്ങാവുന്നതാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. ഇവിടെ താറാവ്, ചിക്കൻ എല്ലാം കിട്ടുന്ന അത്യാവശ്യം ഈ ഷോപ്പാണ് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വിലയ്ക്ക് പ്രൈസിന് അവർ നൽകാറുണ്ട്. അതിനുശേഷം മറ്റു ഷോപ്പുകളിലത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിനാൽ തന്നെ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് പോയി കാണിക്കാം. ചിക്കൻ, ഈ താറാവ്, അതുപോലെ തന്നെ പ്രാവൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ലോക്കൽസാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത്. നമ്മൾ മലയാളികൾ അങ്ങനെ പൊതുവേ വാങ്ങിക്കുന്നത് കാണാറില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസൊക്കെ വാങ്ങിക്കുന്നതാണ്. പ്രാവ് പോലുള്ള എല്ലാ പക്ഷി മൃഗാദികളും ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഒരു കിട്ടുന്ന എല്ലാം ഉണ്ട് ഇവിടെ.
ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയുള്ള ഒരു മാടുകൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതും ജീവനോടെയുള്ള വലിയ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളവയാണ്. അത് കാണിക്കാം. ഇത് ലൈഫ് സ്റ്റോക്കിൻ്റെ ചിക്കൻ മാർക്കറ്റിൻ്റെ നേരെ ബാക്ക് സൈഡിൽ തന്നെയാണ്. ഇവിടെ ആണ് ഒരുപാട് ഇനത്തിൽപ്പെട്ട ആടുകൾ, മാടുകൾ, ഒട്ടകം എല്ലാം ഉണ്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ. ഇത് മെയിനായിട്ടും പല രാജ്യങ്ങളിൽ നിന്നും എത്തിക്കാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സൊമാലിയ, ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ ഇന്ത്യയുടെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും, കാശ്മീർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആടുകൾ ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ വ്യാപാരം മൊത്ത വിലയ്ക്കാണ്. ഒരാട് തലയൊന്നിന്, ഹെഡ് ഒന്നിന് റേറ്റാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ചെറിയ ആട് ഒരു 300 ദിർഹം മുതലുള്ള ഒരൊറ്റ വിലയ്ക്ക് 300 ദിർഹം മുതലുള്ള ആടുകളുണ്ട്. നമുക്ക് ആവശ്യം എവിടെയാണെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ അവിടെ എത്തിച്ച് നൽകാറുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മളെവിടെയാണ് നമുക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ നമുക്ക് അവിടെ എത്തിച്ച് നൽകുന്നതാണ്. അങ്ങ് എൻ്റെ വരെ ഉണ്ട് ഒരുപാട് മാടുകൾ. പിന്നെ അവിടെ നിന്ന് മെയിൻ്റനൻസ് നടക്കുന്നതെല്ലാം അങ്ങോട്ട് ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഉള്ള പുറത്തുള്ള ആടുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഇത് കാശ്മീരിൽ നിന്നും കൊണ്ടിരുന്ന ഒരിനം ആടുകളാണെന്നാണ് ഇതൊരു അഫ്ഗാൻ പൗരനാണ്, പുള്ളിയാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതും സൊമാലിയയിൽ നിന്നുള്ള ആടുകൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇവിടെ എത്തിക്കുന്നതും വിപണനം നടക്കുന്നതും എല്ലാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും അവധി ദിവസങ്ങളിലും പ്രത്യേക എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ രുചി നമുക്ക് സ്വന്തമായി വെച്ച് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ അജ്മാനിലേക്ക് പോരുക. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കനായാലും താറാവ് എല്ലാം വാങ്ങാം. ഓക്കെ.